കൂട്ടുകാരെ ആരും സ്കിപ്പ് ചെയ്യലട്ടെ. ഇത് കേട്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോവല്ലേ ദൈവത്തോർത്ത്. അപ്പോൾ ഒന്ന് ക്ഷമിക്കും, ഒന്ന് എൻ്റെ വാക്കുകൾ കേട്ടിരിക്കും. പണ്ട് ആരോ പറഞ്ഞ പോലെ നമുക്ക് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. സോറി, പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെ വായ കൊഴിയുന്നു. ഓക്കെ, സ്റ്റിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമുക്കിപ്പോൾ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് എന്തും നമ്മൾ ചെയ്യും. അതിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താലും നമ്മളിപ്പോൾ എന്ത് ചെയ്താലും നമുക്കതൊരു ഒന്നും മടുപ്പ് തോന്നിക്കില്ല. അതുപോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ തോന്നിക്കും നമ്മ ചെയ്യുന്നതിൽ. ഇപ്പം എനിക്ക് ആദ്യം തോന്നിയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സാധനം 2017 തുടങ്ങിയ അക്കൗണ്ടാണ്. സ്റ്റിൽ ഞാൻ അന്നോട്ട് വീഡിയോ ഇട്ടിരുന്നില്ല. ബട്ട് 2022 പിന്നെയും വീഡിയോ ഇടാൻ തുടങ്ങി. ബ്രേക്ക് എടുത്ത് 24 പിന്നെയും ബ്രേക്ക് എടുത്ത് 25 പക്ഷേ 25 ശേഷം ഇപ്പോൾ 3 മാസമായിട്ട് ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏത് നമ്മ കൺസിസ്റ്റൻസി നമുക്ക് ഇന്നും തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റന്നാൾ ഈ യൂട്യൂബേഴ്സിനെ പോലെ സായി പോപ്പി ഓർ സോപ്പ് തൊപ്പി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണുന്ന കാസ്ട്രോ അങ്ങനെയുള്ള പബ്ജി വഴി യൂട്യൂബിൽ കണ്ടന്റ് ചെയ്ത് ഇങ്ങനെ ഗെയിമേഴ്സ് എന്ന രീതിയിൽ ഒരു ഡ്രീം കാണുന്ന ആളുകളെ പോലെ ആവാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരും കാശിന് വേണ്ടി അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് അവരവരുടെ പ്രൊഫഷനായിട്ട് എടുക്കുന്നു. സോ അതുപോലെ തന്നെ നമ്മൾ പ്രൊഫഷനായിട്ട് എടുത്തുകൊണ്ട് നമ്മളും ചാടിപ്പെടുത്തുന്നു. നാളെ തന്നെ പൈസ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കൺസിസ്റ്റൻസി അത് വേണം. ബിക്കോസ് 100 വർഷം എടുത്താലും ചിലപ്പോൾ നമുക്ക് റീച്ച് ഒന്നും ഉണ്ടാവണമെന്നില്ല. ബട്ട് നെവർ ഗീവ് അപ്പ്. അതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്ന് എനിക്കിത് പറയാനെന്താണ് കാരണം എന്ന് വെച്ചാൽ റീച്ച് 1000 ഉള്ളെങ്കിലും 10 സബ്സ്ക്രൈബറൊക്കെ വെച്ച് നമ്മുടെ വീഡിയോസിന് കയറുന്നുണ്ട്. ലൈക്കിൻ്റെ എണ്ണവും കൂടുന്നുണ്ട്, കമൻറ്റിൻ്റെ എണ്ണവും കൂടുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോസ് ചെയ്യും. നമ്മളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളും വളർന്നു വന്ന് നല്ല രീതിയിൽ നല്ലൊരു യൂട്യൂബർ ആവും. ബട്ട് ഒരു വാക്ക് ഞാൻ തന്നാകാം, ഇന്ന് പറയുന്ന വാക്ക് ചിലപ്പോൾ നാളെയെങ്കിലും ഞാൻ മറക്കാണ്ടിരിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ, മലയാളം ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ എന്തെങ്കിലും ഈ പറഞ്ഞ എന്നെപ്പോലെ സ്വപ്നം കാണുന്ന ആളുകൾക്ക് വളർന്നു വരാനായിട്ടുള്ളൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കി വെക്കും. ബിക്കോസ് ഈ ലോ ഇൻ്റെ ഡിവൈസിൽ കളിച്ച് PC ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു സംഭവം ഇല്ലാണ്ട് നമുക്കൊരു കഴിവില്ലാണ്ട് നമ്മൾ ഹാർഡ് വർക്ക് മാത്രം ചെയ്ത് ഈ വരുന്ന എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഞാൻ എന്തായാലും എൻ്റെ വഴി മറക്കാണ്ട് എന്തെങ്കിലും ചെയ്തിരിക്കും. അപ്പം ഒന്നുമില്ല, കുറേ വീഡിയോയും വർത്താനവും പറഞ്ഞ് വെറുതെ ലാഗാക്കിയെന്ന് എനിക്കറിയാം. ഇത് റീച്ച് കയറുമെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ ഐ വിൽ കീപ് മൈ വേർഡ്സ്. ഓക്കെ, എൻ്റെ പൊന്നളിയാ എന്ത് ക്യാമ്പീസാണെന്നറിയോ റാൻഡം ടീമേറ്റിനെ കിട്ടിയത്. അതാണ് ഞാൻ ഈ പ്ലേ ചെയ്തത്. ശരി എന്നാൽ ബൈ.